പൊന്ന് സാറേ, ഒന്ന് വേഗത്തിലാവട്ടെ. 2 കിലോ സവാള പൊളിക്കാൻ തന്നിട്ട് എത്ര നേരമായി? എന്റെ സുധ ടീച്ചറെ, സ്വന്തം വീട്ടിൽ പോലും അടുക്കളയിൽ കയറാത്ത ഞാനാ ഇവിടെ കണ്ണ് കണ്ട പിള്ളേർക്ക് വേണ്ടി സവാളയും കിഴങ്ങും ചിരണ്ടണത്. ഇന്നത്തെ കൂടി ഇതൊക്കെ ഞാൻ ചെയ്യാം. നാളെ മുതലേ എന്നെ ഇതിനൊന്നും കിട്ടൂല. പിന്നെ ഞങ്ങളുടെ തലയിൽ നേർച്ചയല്ലേ. എല്ലാരും കൂടി ഒരു കൈ സഹായിക്കാമെങ്കിൽ ഞാനും കൂടാ. അല്ലാതെ എനിക്ക് മാത്രമായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. അതെ മേഡം, ഈ സ്റ്റവ് സിലിണ്ടറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഗൾഫിൽ യുദ്ധം നടക്കുന്ന കാരണം ഗ്യാസിന് ഭയങ്കര ക്ഷാമം. ഗ്യാസ് കിട്ടാനില്ലാത്തോണ്ടേ ഇവിടുത്തെ പാചകക്കാർ ഞങ്ങളോട് വേണമെങ്കിൽ ലീവ് എടുത്ത് പോയിരിക്കുക. അപ്പോ അവർക്ക് വിറകടുപ്പില് പാചകം ചെയ്ത ആസ്മ വരും അത്രേ. അതുകൊണ്ട് ഇപ്പൊ എന്താ ഈ ജോലിയൊക്കെ ഞങ്ങളെ തലയില്ല. എന്റെ ദൈവമേ, ഇവർക്ക് ഞാൻ ചോദിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഞാൻ പഠിപ്പിക്കുന്ന സാറല്ല, ഞാൻ ഈ PT മാഷ. PT ഫുട്ബോള് അങ്ങോട്ട് അതാണ് ഞാൻ. ഞാൻ സയൻസ് ആണ് മെയിൻ. എങ്കിലും ഇംഗ്ലീഷും മാത്സും ഒക്കെ എടുക്കും. ഓ, ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി എത്ര കാലം ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. ഡിവിഷൻ ഫോൾ ആയതുകൊണ്ട് ഏതു സമയം ഗവൺമെന്റ് സ്കൂൾ പൂട്ടുമെന്നാ ഞങ്ങളുടെ പേടി. അതെ, ഈ ചെമ്പില് ചോറ്, മറ്റേത് സാമ്പാറും. ഇനിയൊരു തോരനോ അവിയലോ കൂടെ ഉണ്ടാക്കണം. അല്ല, ആഴ്ചയിൽ 4 ദിവസം ചോറും 1 ദിവസം ടൊമാറ്റോ റൈസോ ലെമൺ റൈസോ കൊടുക്കണമെന്നാണല്ലോ സർക്കാരിന്റെ ഓർഡർ. പിന്നെ മുട്ടയും പാലും വേറെ. സർക്കാരിന് അവിടെ ഇരുന്ന് ഓർഡർ ഇറക്കിയാൽ മതിയല്ലോ. ഇതൊക്കെ കൃത്യസമയത്ത് പിള്ളേർക്ക് ചെന്നില്ലെങ്കിലേ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും. പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഞങ്ങളുടെ തലവിധി എന്ന് പറഞ്ഞാ മതിയല്ലോ. അല്ല, മോൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? അതെ മേഡം, ഈ മേഡത്തിന് ഞങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു. അവൾക്ക് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവള് പറയുന്നത് നിങ്ങൾക്കാ മനസ്സിലാവാത്തത്. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ഇവിടെ വന്ന് ഈ ജോലി ചെയ്താ കുട്ടികൾക്കല്ലേ അതിന്റെ കുഴപ്പമെന്നാ ദേവൂട്ടി ചോദിക്കുന്നത്. ഓ, അങ്ങനെ. അതിപ്പം ഞങ്ങൾ ഈ ജോലി ചെയ്തില്ലെങ്കിലേ അത് ഇതിനേക്കാൾ വലിയ പ്രശ്നം മേഡം. കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിലും കൃത്യസമയത്ത് അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്തിരിക്കണം. അതാണ് ചട്ടം. ഈ ഗ്യാസ് കിട്ടിയിരുന്നെങ്കിലേ പിണങ്ങിപ്പോയ ആയ തിരിച്ചു വന്നേനെ. മോളെ, അത് നിങ്ങൾ പോയി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനാ ദേവൂട്ടി പറയുന്നത്. ഇത് ഇവള് ചെയ്തോളാമെന്ന്. അയ്യോ മേഡം, അത് നിങ്ങൾ ചെല്ല്. വനജ ടീച്ചറേ. എന്താ സാറേ?
നമ്മളോട് പോയി ക്ലാസ് എടുക്കാനാ പറഞ്ഞേ. ഈ ജോലിയൊക്കെ മേഡം ചെയ്തോളാം. എന്നാ പിന്നെ മേഡം ഞങ്ങള് പോട്ടെ. ആ. അതെ, ഈ സുകുമാരി മേഡം അഡ്മിനിസ്ട്രേറ്ററായി കൊണ്ടുവന്ന ആള് ഇപ്പൊ കുക്കായല്ലോ. മല്ലിക മിസ് ഇത് കണ്ടാൽ അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഷോഫിന് വരും. അതിപ്പോ നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നുമല്ലല്ലോ, ആള് സ്വയം ഏറ്റെടുത്തല്ലേ. പാചകക്കാരി വരുന്നവരെ എന്നും ഇവരെന്നെ ഈ പണി അങ്ങ് ചെയ്താൽ മതിയായിരുന്നു.